നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാ മുറ്റത്ത് നിന്നാണ് കേട്ടോ തുടങ്ങുന്നത്. മോളൂന് ഇന്ന് ക്ലാസ് ഉണ്ടാവുള്ളൂ. ഇതാ മാറ്റി ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരുങ്ങുന്ന സൗണ്ടൊക്കെ കേട്ട് അവന് ഇറങ്ങണ ഞങ്ങളുടെ സംസാരമൊക്കെ കേട്ടിട്ട് ഐറൂസ് ഉണർന്നിട്ടോ. അവന് ഉണരാൻ മതി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ മെല്ലെ മെല്ലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തായാലും ഉണരുമല്ലോ, അങ്ങനെ ഇപ്പോൾ ഉണർന്ന് വന്നതാണ്. അപ്പോൾ ഈ മോള് പോകുന്നത് കണ്ടപ്പോൾ അവൻ്റെ വിചാരം അവനെയും കൊണ്ടുപോകുന്ന. അപ്പോൾ അതിൻ്റെ ഒരു സംഭവത്തിലാണ് അവന് ടാറ്റയൊക്കെ തന്നെ ഇരിക്കുന്നത്. നീനുട്ടി എണീറ്റിട്ടുണ്ട്. ഇതുമൂന്ന് ചെറിയൊരു പനി മാറാത്തതുകൊണ്ട് ഇന്ന് മദ്രസയ്ക്ക് പറഞ്ഞയച്ചിട്ടില്ല. സ്കൂൾ എക്സാം ആയതുകൊണ്ട് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് പറഞ്ഞേക്കാമെന്ന് കരുതി. അവൾ അവിടെ എണീറ്റുണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് അപ്പോൾ ഐറൂസിനെ കാണാതെ വേണം ഇനിയിപ്പോൾ മോളിന് പോവാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് നേരം ഇങ്ങനെ എടുത്ത് മുറ്റത്തൂടെ നടന്നു വന്നിട്ട് വീടിൻ്റെ അപ്പുറഭാഗത്തേക്കൊന്ന് അവനെ കൊണ്ടുപോയാൽ പിന്നെ മെല്ലെ ജസ്റ്റ് ഒന്ന് പോകുന്ന സമയം ഒന്ന് മാറി കിട്ടിയാൽ മതി. പിന്നെ വലിയ കുഴപ്പമില്ല. എന്താ എൻ്റെ ഹസ്ബൻഡിന് അവന് ഭയങ്കര കാര്യമാണ്. മുറ്റത്തൂടെയൊക്കെ ഇങ്ങനെ ഇറങ്ങി അവനെടുത്ത് ഇങ്ങനെ നടക്കണോണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കിപ്പോൾ അടുക്കളയിൽ പണിയൊക്കെ കഴിഞ്ഞ് അവനെടുത്ത് നടക്കാൻ സമയം ഉണ്ടാവില്ലല്ലോ. അപ്പം ഫുഡ് കഴിക്കാൻ വിശന്നാൽ പിന്നെ എൻ്റെ വേണം കേട്ടോ. അപ്പോൾ പറയാം ഞാനാ തരുന്നതെന്ന് പറയാം. അതുകൊണ്ട് വിശക്കുമ്പോൾ എൻ്റെ അടുത്ത് വരും. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചാടും. കാരണം പുറത്തൂടെയൊക്കെ ഇറങ്ങി കൊണ്ട് നടക്കൽ ഹസ്ബൻഡാണ്. ഇനിയിപ്പോൾ എന്തായാലും അവളെ കാണാതെ അവനെ കാണാതെ അവൾ മെല്ലെ പോയിട്ടുണ്ട്. ഞാനിതാ അങ്ങോട്ട് അടുക്കള ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അവനെ കുറച്ച് പാലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. പോകുന്ന നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി നിന്നാൽ തന്നെ അവന് പിന്നെ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ നേരത്തെ എഴുന്നേറ്റതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉറങ്ങും. കുറച്ച് നേരം ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും എൻ്റെ പണികളൊക്കെ തീർക്കാം. പക്ഷേ ഞാനിന്ന് അവൾ പോകുന്നതും ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം ഒരു 4:45 അലാറം വെച്ച് 5 മണിയായപ്പോഴേക്കും എഴുന്നേറ്റ് നമ്മുടെ പരിപാടികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നല്ല നൈസ് പത്തിരിയും പിന്നെ ഗ്രീൻ പീസിൻ്റെ കറി കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ എന്താ പറയുക ലഞ്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഇല്ല. അപ്പോൾ ഉച്ചയ്ക്ക് വരെ ഉള്ളൂ. അതുകൊണ്ട് ലഞ്ച് വേണ്ട, ഞാൻ ഇങ്ങോട്ട് വന്നു അപ്പോഴേക്കും ഇവിടെ എത്തും. എന്തെങ്കിലും അത് വിശക്കുണ്ടെങ്കിൽ ഞാൻ അവിടെ എന്തെങ്കിലും ക്യാൻറ്റീനിൽ നിന്ന് എന്തെങ്കിലും ലൈം ജ്യൂസോ എന്തെങ്കിലും കുടിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ അവൾ പോയത്. അപ്പോൾ കുറച്ച് നേരം പാലൊക്കെ കൊടുത്ത് അങ്ങോട്ട് കിടക്കെ നടന്നപ്പോഴേക്കും അവൻ ഉറങ്ങിയിട്ടോ. മെല്ലെ കടത്തി നീനുട്ടീൻ്റെ കാവലിനും ആക്കിയിട്ട് ഞാൻ വേഗം അടുക്കളയിലേക്ക് പോന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എന്താ പറയുക ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ആ ഒരു സമയത്തിന് കുറച്ചൊരു ഗീ റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കന് പിന്നെ എന്താ കായം പരട്ടി ഫ്രിഡ്ജിലും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക അതൊക്കെ ഉണ്ടായി. ഇന്ന് അതുകൊണ്ടൊക്കെ ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക, വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ച് ഇനി വേഗം നമുക്ക് ഈ അല്ലറ ചില്ലറ ക്ലീനിങ് പരിപാടി അടുക്കള ഭാഗത്ത് നമ്മൾ കുറച്ച് പാത്രം കഴുകാൻ അങ്ങനെയൊക്കെയുള്ള പരിപാടികളേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ അവനെ ഉറക്കി വന്നപ്പോൾ ഇതുമ്പോൾ മാറ്റി റെഡിയായി. അവളിപ്പോൾ ഇനി അവളെ പറഞ്ഞയച്ചിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം ഒരു 10 മണി ആവാറായിട്ടോ. എനിക്ക് നേരത്തെ എഴുന്നേറ്റതുകൊണ്ട് ഭയങ്കര വിശപ്പിട്ടോ. നമ്മളിങ്ങനെ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 മണി 7 മണി സമയത്ത് നമ്മൾ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 10 മണി ആവണത് അറിയില്ല. നമുക്ക് ഫുഡ് അങ്ങോട്ട് കഴിക്കാൻ വിശക്കുമ്പോക്കും നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സമയം 10 മണി ആവും. നമ്മളിന്ന് 10 മണി മുതലാണല്ലോ ഇനി ഭക്ഷണം കഴിക്കണത്. ഇന്നലെ 5 മണിക്ക് നിർത്തിയതാണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിശപ്പെന്ന് പറഞ്ഞാൽ നല്ല വിശപ്പിന് കത്തി കളണ വിശപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേശ്ശെ വെള്ളം കുടിച്ച് ഇങ്ങനെ അടക്കി നിർത്തിയിരിക്കുകയാണ്. ഏതായാലും 9:45 ആയപ്പോൾ ഞാൻ വേഗം ചായക്ക് പാലടുപ്പത്ത് വെച്ച് ഒരു ഗ്ലാസ് ചായ കുടിക്കാനായിട്ട് എനിക്ക് തോന്നിയത്. നേരത്തെ ഞാൻ എത്ര നേരത്തെ എഴുന്നേൽക്കാത്ത ഒരാളാണല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതൊക്കെ അറിയാം. എന്തായാലും ഞാനൊരു 6 മണി 6:30 ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു തലവേദന ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പോകണം, ഈ ചായ കുടിച്ചാൽ എനിക്ക് അതൊക്കെ മാറും. അപ്പോൾ ഞാൻ ചായ ഇങ്ങനെ പകുതി പാലും പകുതി വെള്ളവും വെച്ചിട്ടാണ് ഞാൻ ചായ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ചായപ്പൊടി ഇട്ടിട്ട് അതിൽ തിളപ്പിച്ച് ആ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു കടുപ്പ് അങ്ങോട്ട് വരുന്നവരെ തിളപ്പിക്കിട്ടോ. ഞാൻ അങ്ങനെ തിളപ്പിച്ചത് അര ഗ്ലാസ് ചായയായി മാറിയിട്ടുണ്ട്. അത് കുടിച്ചുകൊണ്ടാണ് നമ്മളിന്ന് നമ്മുടെ ഫുഡ് തുടങ്ങുന്നത് കേട്ടോ. 10 മണിക്ക് 16 മണിക്കൂർ നമ്മൾ ഒന്നും കഴിക്കാതെയാണ് തുടങ്ങിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ ചായ കുടിച്ച് അവിടെ കിച്ചണിലുള്ള പാത്രങ്ങളൊക്കെ ജസ്റ്റ് കഴുകി വെച്ചപ്പോഴേക്കും ഐറൂസ് ഒന്നു കേട്ടോ. ഇന്ന് എൻ്റെ ഐറൂസിൻ്റെയും എന്താ പറയുക കലാപരിപാടികളായിരുന്നു. മോളില്ലാഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം അവനെന്തെങ്കിലും പൊറുക്കി കഴിക്കുമോ അല്ലെങ്കിൽ വീണാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. മോളുണ്ടായിരുന്നുണ്ടെങ്കിൽ എനിക്ക് അത്ര പ്രശ്നമില്ല. അവളില്ലാത്തപ്പം അതൊരു ടെൻഷൻ തന്നെയാണ്. അപ്പോൾ ഞാൻ വേഗം അവൻ ഉണരുന്ന കണ്ടപ്പം വേഗം പിന്നെ എന്താ പറയുക അവനുള്ള കുറുക്ക് ഉണ്ടാക്കിയിട്ട് അത് കൊടുത്തിട്ട് വേണം അവന് ഇന്നും കൂടി മരുന്നുണ്ട്. അപ്പോൾ മരുന്ന് കൊടുക്കാൻ ആദ്യം കുറുക്കൊക്കെ ഉണ്ടാക്കി കുന്നമ്പായക്കൻ്റെ പൊടിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ അതിലേക്ക് കുറച്ച് ബദാമും
എന്താ പറയുക പിസ്ത അണ്ടിപ്പരിപ്പ് വാൾനട്ടൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ആ പൊടി ഇടാറുണ്ട്. ഇന്നിപ്പോൾ അവന് സുഖമില്ലാത്തതുകൊണ്ട് പനിയൊക്കെ അല്ലേ, ഇനിയിപ്പോൾ ദഹിക്കാത്ത പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാനതൊന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് കുന്നമ്പായക്കും പിന്നെ നമ്മുടെ കൽക്കണ്ട അത് ഇട്ടിട്ടാണ് വിരകിയിട്ടുള്ളത്. അപ്പോൾ അത് കൊടുത്തിട്ട് വേണം നമുക്ക് അവന് മരുന്ന് കൊടുക്കാൻ. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കുന്നമ്പായക്കൻ്റെ പൊടി, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് നന്നായിട്ട് കഴിച്ചു. ഞാൻ ആദ്യമൊക്കെ നന്നായിട്ട് എന്താ പറയുക ഉണക്കി പൊടിച്ച് ഫസ്റ്റ് 6 മാസം മുതലാണ് അവന് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ നല്ല ഉണക്കി പൊടിച്ച് കൊടുക്കുക, എന്താ പറയുക സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത്. ചൊളാണ്ടി ഈ റാഗി ആണെങ്കിലും മുത്താറി കൊണ്ടുവന്ന് നന്നാക്കി കഴുകി ഉണക്കി പൊടിച്ചാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഇപ്രാവശ്യം ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് പൊടിച്ചത് വാങ്ങി. അപ്പോൾ ഒന്ന് മഴയൊക്കെ ഇങ്ങനെ നിന്നപ്പോൾ എനിക്ക് അത് ഉണങ്ങാനൊക്കെ ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയിട്ട് എന്താ പറയുക നമ്മൾ പൊടിച്ച് വെച്ചത് വാങ്ങിക്കാണ് ഇപ്രാവശ്യം. ഇനി അടുത്ത പ്രാവശ്യം കൊടുക്കാനാകുമ്പോൾ 1 വയസ്സായില്ല, ഇനിയിപ്പോൾ അവനിങ്ങനെ കഴിക്കുമെന്നൊക്കെ ഉള്ളൊരു ഒരു ഇതുണ്ട്. ഇനി കഴിക്കുമെന്ന് അറിയില്ലല്ലോ. പക്ഷേ കുന്നമ്പായക്കൻ്റെ പൊടി അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഇനി കുറച്ചും കൂടി ഉണക്കി പൊടിക്കണം എന്നുണ്ട്. പിന്നെ അതൊക്കെ കൊടുത്ത് അവനൊക്കെ മരുന്നൊക്കെ കൊടുത്ത് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ചായ മാത്രമല്ലേ കുടിച്ചിട്ടുള്ളൂ. അതൊരു 10 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോഴാണ് ഞാൻ ചായ കുടിച്ചത്. ഇപ്പോൾ ഏകദേശം ഒരു 11-11:30 ആയപ്പോഴാണ് ഞാൻ എന്താ പറയുക ലേശം ഓട്സാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. 2 സ്പൂണ്, അതായത് ഓട്സ് കുറച്ചിട്ടിട്ടുള്ളൂ. എനിക്ക് അങ്ങനെ ഓട്സിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് കുറച്ചതിട്ടു. പിന്നെ നമ്മൾ കാര്യമായിട്ട് 4-5 ഈത്തപ്പഴം, ഒരു 5-6 ബദാം, പിസ്ത, പിന്നെ വാൾനട്ട് ഇതൊക്കെ ഇട്ടിട്ട് അതിനെ ഒന്ന് മൊത്തത്തിലൊന്ന് ഇതാക്കാനുള്ള ഓട്സേ ഇട്ടിട്ടുള്ളൂ. കുറച്ചേ ഉള്ളൂ ഇട്ടത്. ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന അത്രയൊന്നും ഇല്ല ആണോ, അത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് കുറുക്കിയതായി ഒരു പരുവത്തിലാക്കിയിട്ടാണ് ഞാൻ ഇന്ന് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ നീനുട്ടി എൻ്റെ അടുത്തുണ്ട്, ഒരു ഫ്രൂട്ട്സൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇടനേരത്തുള്ള ഒരു ഫ്രൂട്ട്സാണ് കേട്ടോ ഇത് കഴിക്കണത്. പത്തിരിയും കറിയൊക്കെ കഴിച്ച് പോയതായിരുന്നു രാവിലെ. ഇപ്പോൾ നമ്മളിപ്പോൾ കഴിക്കുമ്പോൾ 11 മണിയായിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി വന്ന് ഞാൻ കഴിക്കുന്നത് കണ്ട് അവളൊരു ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വന്ന് എൻ്റെ അടുത്തിരുന്ന് എനിക്ക് എന്താ പറയുക എന്നോട് സംസാരിച്ച് അങ്ങനെ ഇരുന്ന് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് കഴിച്ചിട്ടോ. എനിക്ക് ആരെങ്കിലും ഉണ്ടായാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഒപ്പം നമുക്ക് സംസാരിച്ച് ഇങ്ങനെ കഴിക്കാനാണല്ലോ ഇഷ്ടം. മക്കൾ ആരെങ്കിലും ഉണ്ടാകുമ്പോൾ ഒരു കൂടുതൽ ഇഷ്ടമാണ് അവരോട് സംസാരിച്ച് ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പം അവൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നു ഒരു തള്ളലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളൊരു ഏകദേശം 11-11:30 ആ ഒരു സമയത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഞാൻ കഴിച്ചിട്ടുള്ളത്. അപ്പം എന്താ പറയുക വിശപ്പൊക്കെ വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ഇത് കഴിച്ചിട്ട് എനിക്ക് അങ്ങനെ വിശപ്പ് മാറിയിട്ടില്ലായിരുന്നു കേട്ടോ. മുട്ട കഴിക്കുന്ന അത്രയൊന്നും വിശപ്പ് മാറിയിട്ടില്ലായിരുന്നു. പിന്നെ ഇതാ ഒരു 1:30 ആയപ്പോൾ മോള് വന്നത്. അപ്പോൾ ഹസ്ബൻഡ് പോയി കൊണ്ടുവന്നിട്ടോ അവളെ കോളേജിൽ നിന്ന്. കാരണം ഉച്ചയ്ക്ക് തന്നെ വിടുന്നത് കൊണ്ട് പിന്നെ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് പോയിക്കാണ്ട് കൊണ്ടുവന്നൊക്കെയാണ്. ബൈക്കുമ്പോൾ തന്നെ ഇനി ബസ് കയറി അവൾ ഇറങ്ങാറായി വരണ്ടല്ലോ എന്ന് കരുതിയിട്ട് പോയി കൊണ്ടുവന്നു. അപ്പോൾ അവൾ വന്നപ്പോഴേക്കും ഞാൻ അവൾക്കും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ അവൾ പത്തിരിയും ചായ കുടിച്ചാൽ പോയത്. രാവിലെയുള്ള അരിഭക്ഷണം കഴിക്കൂട്ടോ. അപ്പം എന്തായാലും പാല് കുടിക്കാനുണ്ടാവും, നമ്മളിങ്ങനെ അരിഭക്ഷണം ഒഴിവാക്കണ്ടെന്ന് കരുതി രാവിലെ അവൾ പത്തിരിയും കറിയൊക്കെ കഴിച്ച് പോയി. അപ്പോൾ ഉച്ചയ്ക്ക് അവൾ പറഞ്ഞു എനിക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് കട്ട് ചെയ്തു. അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തതാണ്. പിന്നെ കുറച്ച് പേരക്ക, കുറച്ച് പപ്പായ, ഇത് രണ്ടാണ് ഇന്ന് കഴിച്ചിട്ടുള്ളത്. ഞാൻ മോൾക്ക് പൈനാപ്പിളും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ എന്തായാലും എത്രയും ദൂരം യാത്രയൊക്കെ ചെയ്ത് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരില്ല, അവൾക്ക് എന്തായാലും വിശപ്പുണ്ടാവും. നമ്മൾ വീട്ടിലിരിക്കല്ലേ, വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനത് കഴിച്ചു. ഏകദേശം അപ്പോൾ ഒരു 1:30 ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഐറൂസിന് കഞ്ഞി കൊടുത്തു. എന്നിട്ട് അവളുടെ അടുത്ത് കൊടുത്തയച്ചു. ഇനി രണ്ടാളും പോയി ഒന്ന് ഉറങ്ങി എന്നിട്ട് വേണമെങ്കിൽ, കാരണം അവൾ പോയാൽ പിന്നെ ഞാൻ ഐറൂസും ഞാനും മാത്രമാകുമ്പോൾ എൻ്റെ പണികളൊന്നും നടക്കില്ല കേട്ടോ. എനിക്കൊരു ടെൻഷനാണ്. ഞാൻ അതിനൊന്നും നിൽക്കില്ല. മൊത്തത്തിൽ നമ്മൾ പാത്രങ്ങളോ ഉച്ചക്ക് ലഞ്ച് കഴിച്ച പാത്രങ്ങളോ ഒന്നും കഴുകിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്ന് നീനൂട്ടി ഉള്ളതുകൊണ്ട് അവൾ അടിച്ചു വാരാ തുടക്കുക അങ്ങനെയുള്ള പണികളൊക്കെ അവൾ ചെയ്തോളും. അവളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഒരു പണി കുറവാണ്. അപ്പോൾ ഞാൻ അടുക്കള ഭാഗമാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ചു. ഇതുമ്മും ഹസ്ബൻഡും എല്ലാവരും കഴിച്ചിട്ടുണ്ട്. എല്ലാവരും കഴിച്ച് എഴുന്നേറ്റു. നമ്മളിനി ക്ലീനിങ്ങാണ് സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം ആ ഒരു കഴിച്ച മേശപ്പുറവും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് അവിടെ ഇങ്ങോട്ട് സെറ്റാക്കി എല്ലാ പാത്രങ്ങളും കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഞാൻ കിച്ചണിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. എന്നിട്ട് മേശ ക്ലീനാക്കി ആ ഭാഗം ഒന്ന് വൃത്തിയാക്കി പോന്നാൽ പിന്നെ ഈ അടുക്കള റെഡിയാക്കിയാൽ മതിയല്ലോ. അടുക്കളയിൽ തന്നെ നമുക്ക് ഓരോ സൈഡ് നന്നാക്കണം. അത് അപ്പോൾ ഈ ഭാഗം നിന്നാണ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നോക്കണ്ടല്ലോ എന്ന് കരുതി അവിടെയാണ് ക്ലീനാക്കി എല്ലാം കൂടെ അടുക്കളയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഓരോ സൈഡെല്ലാം സിങ്കിൽ കൊണ്ടിടും. പാത്രങ്ങളൊക്കെ
പാത്രങ്ങളൊക്കെ മൊത്തത്തിൽ സിങ്കിൽ കൊണ്ടുപോയിട്ടിട്ട് എല്ലാ ഭാഗവും ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ പാത്രം കഴുകാൻ നിൽക്കുള്ളൂ കേട്ടോ. പാത്രം കഴുകുന്നതോടുകൂടി പിന്നെ എല്ലാം ക്ലീനായി കാണണം എനിക്ക്. അതുകൊണ്ടാണ് അപ്പം ആദ്യം എല്ലാ ഭാഗങ്ങളും ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ സിങ്കിൻ്റെ അടുക്ക് നീക്കി വെക്കുന്നത്. ഈ സൈഡിലുള്ളതും അപ്പുറത്തുള്ളതും എല്ലാം കണ്ടോ, ഈ പിന്നെ വീതനങ്ങളിലൊക്കെ എല്ലാ പാത്രങ്ങളും ഞാൻ കഴുകാനുള്ളതൊക്കെ ആ സിങ്കിൽ അങ്ങനെ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് ആ ഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് വെക്കും. പിന്നെ നമ്മുടെ എന്താ പറയുക, ഈ ഒരു അടുപ്പ് എല്ലാ സംഗതികളും ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കും. ഉച്ച സമയമാണ് ഞാൻ എല്ലാം മൊത്തത്തിൽ വൃത്തിയാക്കാറ്. ആ ലഞ്ച് കഴിഞ്ഞിട്ട് അപ്പോഴല്ല പിന്നെ നമുക്ക് അടുക്കളക്ക് പിന്നെ കുറച്ച് നേരം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഒരു 4 മണി കഴിഞ്ഞാൽ പിന്നെ ചായ കടി എന്നുള്ള ആ ഒരു സംഭവം തുടങ്ങും. അപ്പം ഒരു 2 മണി മുതൽ ഒരു 4 മണി വരെയാണ് അടുക്കള ഫ്രീ ആവുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബിസി ആവുകയാണല്ലോ. അപ്പോൾ ആ സമയമാണ് ഞാൻ മൊത്തത്തിലെല്ലാം നമ്മുടെ ഗ്യാസ് അടുപ്പും കാര്യങ്ങളൊക്കെ സ്റ്റൗവൊക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കി അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ നീന് തുടച്ച് ഞാൻ പറഞ്ഞ ഇവിടെ വരെ അടുക്കള വരെ തുടച്ചാൽ മതി, അടുക്കള ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവിടെ നിർത്തി വെച്ചിട്ടാണ്. ബാക്കി അവിടെ മാത്രം നമുക്കൊന്ന് ക്ലീൻ ചെയ്താൽ മതിയല്ലോ. അങ്ങനെ എന്താ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ പണികൾ മാത്രം പറ്റി ഇങ്ങനെ പറഞ്ഞാൽ പോരല്ലോ, നമ്മുടെ ഡയറ്റിൻ്റെ കാര്യങ്ങളിലേക്കും നമുക്ക് കിടക്കണമല്ലോ. അപ്പോൾ ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് കേട്ടോ. എത്ര നമ്മൾ 8 മണിക്കൂറല്ലേ ഫുഡ് കഴിക്കുന്നുള്ളൂ, അപ്പോൾ എന്തും കഴിക്കാം അങ്ങനെയൊക്കെ കരുതുന്നവരുണ്ടാവും. അത് അങ്ങനെയല്ല അതിൻ്റെ സംഭവം. നമ്മൾ അപ്പോഴും നല്ല ശ്രദ്ധിക്കണം. നമ്മൾ 16 മണിക്കൂർ ഒന്നും കഴിക്കാതെ നമ്മൾ ഈ നോമ്പൊക്കെ നോറ്റ പോലെ വെള്ളം മാത്രമല്ലേ കുടിക്കുന്നുള്ളൂ. അപ്പോൾ അതുപോലെ ഇങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക, അല്ല ഹെവി ഫുഡൊന്നും കഴിക്കാൻ പാടില്ല. നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് ഞാൻ ഇപ്പോൾ ഒരു ചായ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളമോ നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആദ്യം കുടിച്ചിട്ട് വേണം പിന്നെ ഫുഡ് കഴിക്കാൻ. അത് ഞാൻ ലൈറ്റായിട്ടുള്ള ഓട്സാണ് കഴിച്ചത്. അങ്ങനെ പെട്ടെന്ന് നമുക്ക് വയറ്റിലേക്ക് ആ ഒരു ഹെവി ഫുഡ് എത്താതിരിക്കുകയാണ് നല്ലത്. സലാഡോ കാര്യങ്ങളോ ഒക്കെ കഴിക്കാം. അതൊക്കെ ആകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള ഫുഡാണല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് ഓട്സാണ് കഴിച്ചത്. അപ്പോൾ ഇന്ന് രാവിലെ അത് കഴിക്കാൻ തോന്നി. അപ്പോൾ ഇനി ആ ഒരു സംഭവമാണ് ഞാൻ ഇങ്ങനെ വിചാരിച്ചത്. രാവിലെ ഓട്സ് കഴിക്കാം, വൈകുന്നേരം മുട്ടയൊക്കെ കഴിക്കാം, ഇടനേരം നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാം. ഇങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ സംഭവങ്ങളും എല്ലാ ഭക്ഷണങ്ങളും നമ്മൾ കഴിക്കണമല്ലോ കുറേശ്ശെ. അപ്പോൾ എല്ലാം ഉൾപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ചിലരുടെ തെറ്റിദ്ധാരണകളുണ്ടാവും. നമ്മൾ ആകെ 8 മണിക്കൂറിലേ കഴിക്കണുള്ളൂ, ബാക്കി സമയമൊക്കെ നമ്മൾ ഒന്നും കഴിക്കാതിരിക്കില്ല, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം, ചോക്ലേറ്റ് കഴിക്കാം അങ്ങനെയൊക്കെ കരുതുന്നവരുണ്ടാവും. പക്ഷേ അങ്ങനെ ചെയ്താൽ നമുക്ക് ആ വെയിറ്റിന് ഒരു മാറ്റം ഉണ്ടാവില്ല. നമ്മൾ എന്താ പറയുക, അരിഭക്ഷണം എപ്പോഴും നമ്മൾ തൊടുന്നേ ഇല്ല കേട്ടോ. എന്താ പറയുക, എപ്പോഴും നമ്മൾ ആദ്യം കഴിച്ച പോലെ തന്നെ നമ്മൾ ഒരു ദിവസം ഫുള്ള് കഴിക്കണം, അന്ന് കഴിച്ചതുപോലെയുള്ള കുറച്ച് സംഭവങ്ങൾ തന്നെ നമ്മൾ കഴിക്കണുള്ളൂ, ഒക്കെ കുറേശ്ശെ കഴിക്കണുള്ളൂ. എന്നാലേ നമുക്ക് നമ്മുടെ വെയിറ്റ് കുറയാൻ എന്തെങ്കിലുമൊക്കെ ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. അല്ല ഇത്രയും വണ്ണം കുറയണം എന്നുണ്ടെങ്കിൽ നല്ല എന്താ പറയുക പട്ടിണി കിടക്കുക തന്നെ വേണ്ടി വരും. നല്ല വിശപ്പും ഉണ്ടാവും. ഇന്നിപ്പോൾ എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. ഇന്നലെ അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്ന് ഭയങ്കര ഇങ്ങനെ കത്തി കളന്ന വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഓട്സ് കഴിച്ച് കുറച്ച് സമാധാനമുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്രൂട്ട്സും കഴിച്ചല്ലോ. ഇനിയൊരു 4:30 ആകുമ്പോൾ കഴിച്ച് 5 മണിയോടുകൂടി ഫുഡ് നിർത്തണം എന്നാണ് എൻ്റെ പ്ലാന്. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഏകദേശം ഒരു ഞാൻ 2:30 എൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനങ്ങനെ എഡിറ്റിങ്ങിനും അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഇരിക്കും കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ എടുക്കുന്ന പിന്നെ നമുക്കൊരു സ്റ്റിച്ചിങ് ചാനലുണ്ടല്ലോ, അപ്പോൾ അതിക്ക് കുറേ വീഡിയോസ് അതും എഡിറ്റ് ചെയ്യാനുണ്ടാവും. അങ്ങനെയുള്ള പരിപാടികളാണ് ഞാൻ ഉച്ചയ്ക്ക് ശേഷം ആ ഒരു 2-3 മണിക്കൂർ ഒഴിവ് കിട്ടുമ്പോൾ ചെയ്യാറ്. അത് കഴിഞ്ഞാൽ വീണ്ടും ചായ വെള്ളം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ വരാൻ തുടങ്ങും. അപ്പോൾ അവർക്കുള്ളത് കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ ജോലികളിൽ തുടരും. അപ്പം കുറേ അലക്കാനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ വാഷിംഗ് മെഷീനിൽ അലക്കാനിടുന്നുണ്ട്. ഞാൻ കിച്ചണിൽ പണി ചെയ്യുമ്പോഴൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ എന്തെങ്കിലും ഇടും കേട്ടോ. കാരണം എന്തെങ്കിലുമൊക്കെ തിരുമ്പാണ്ടെങ്കിൽ അത് അതിലേക്ക് ഇടും. കാരണം ആ കിച്ചണിൻ്റെ ഭാഗത്താണല്ലോ വാഷിംഗ് മെഷീൻ. അപ്പോൾ അതാവുമ്പോൾ നമ്മൾ ഈ കിച്ചൺ പണികൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ആ പണികളാണ് തീർന്നോളൂ. അപ്പോൾ നമ്മൾ പിന്നെ ഈ ഒരു ഭാഗം ഈ അടുക്കള ഭാഗത്തെ പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് എന്താ പറയുക, ഈ ഒരു അലക്കുക എന്നുള്ള പണി ഭയങ്കര ടാസ്ക് ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ കിച്ചണിൽ നിൽക്കുന്ന നേരം അലക്കലും കൂടി അങ്ങോട്ട് തീർക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപാടി പാത്രം കഴുകുന്ന പരിപാടി കഴിയുന്നില്ലല്ലേ. അത് എത്രയാണ് ഇങ്ങനെയാണ് എല്ലാ വീട്ടിലൊന്നും എനിക്കറിയില്ല. ഇനി എൻ്റെ മാത്രം പ്രശ്നമാണോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. എത്ര കഴുകി വെച്ചാലും തീരാത്തൊരു സംഭവമാണല്ലേ ഈ പാത്രങ്ങൾ. അത് കഴിഞ്ഞാൽ വീണ്ടും ആ പ്ലേറ്റ് എടുക്കുന്നു, പിന്നെ അതിൽ കഴിക്കുന്നു, പിന്നെയും കഴുകാനാകുന്നു. അപ്പം ഞാൻ കഴിയുന്നത് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അങ്ങനെ കഴുകി വെക്കാറാണ് ചെയ്യാറുള്ളത് കേട്ടോ. പക്ഷേ
എത്ര അങ്ങനെ ചെയ്താലും നമ്മളൊരു ഒരു നേരത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവും ഒന്നായിട്ട് കഴുകാനുണ്ടാവും. അപ്പോൾ ഞാൻ ഇപ്പോൾ അത് മൈൻഡ് ചെയ്യാറില്ല. വേഗം എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ച് ഇനി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. ഐറൂസും ഉറങ്ങുന്നുണ്ട്, ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. രണ്ടാളും നല്ല മോളുവിന് രാവിലെ എണീറ്റ് നേരത്തെ എഴുന്നേറ്റ് മാറ്റി പോയി ബസ്സൊക്കെ കയറി വന്നതല്ല, അതിൻ്റെ ക്ഷീണമുണ്ട്. അവളാവും കിടന്നുറങ്ങുന്നുണ്ട്, ഐറൂസും കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാനും കുറച്ച് നേരം കിടന്നിട്ടുണ്ടായിരുന്നു. എഡിറ്റ് ചെയ്തിങ്ങനെ കിടന്നു, ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ, എഡിറ്റ് ചെയ്തിങ്ങനെ കിടന്നതാണ്. അപ്പോൾ നാളെ നീനുട്ടിക്ക് ചെറിയൊരു എക്സാം ഉണ്ട് കൊച്ചി വെച്ചിട്ട്. അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോകണമെന്ന് രാത്രി ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ മോളെ ഹസ്ബൻഡ് ആണ് ഞങ്ങളെ കൊണ്ടുപോകണത്. ഞാനും നീനുട്ടിയും പിന്നെ മോളും ഇതുമ്മു, അങ്ങനെ നാലാൾ, പിന്നെ മോളുവിൻ്റെ ഹസ്ബൻഡുമാണ് കേട്ടോ. അങ്ങനെയാണ് പോണത്. പിന്നെ ജോലികളൊക്കെ കഴിഞ്ഞു, എഡിറ്റിങ്ങൊക്കെ തീർന്ന് ഞാനിതാ ഒരു 4:30 4:45 സമയത്താണ് ഫുഡ് കഴിക്കുന്നത്. ഈ ഒരു ഫുഡോട് കൂടി ഞാൻ നമ്മുടെ ഇന്നത്തെ കലാപരിപാടി തീർന്നു കേട്ടോ. അപ്പം ഒരു മുട്ട പുഴുങ്ങിയതും അതേ കുറച്ച് മത്തന് വെച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പി തോരന് അതും, പിന്നെ രാവിലത്തെ ഗ്രീൻ പീസിൻ്റെ കറിയും, പിന്നെ ഒരു ചിക്കൻ പീസും. ഇതാണ് ഞാൻ വൈകുന്നേരം കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് 1/2 ഗ്ലാസ് ചായ കേട്ടോ. അത് പിന്നെ നിർത്തല്ലേന്ന് തോന്നിയപ്പോൾ എനിക്ക് ചായ കുടിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ കുറച്ച് ചായ എടുത്തു. അരക്കോപ്പയാണ് എടുത്തിട്ടുള്ളത്. അരക്കോപ്പ എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ് ഉണ്ടാവും, ചെറിയ ഗ്ലാസ്സിനൊക്കെ ഒരു ഗ്ലാസ് ഉണ്ടാവും. അപ്പോൾ ഇത് കഴിച്ചാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഫുഡിൻ്റെ കലാപരിപാടികൾ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇൻ്റർമിറ്റിംഗ് ഫാസ്റ്റിംഗ് അല്ലേ എന്നും പറഞ്ഞ് ചോക്ലേറ്റും മുട്ടായും ചോറൊക്കെ ഒരുപാട് കഴിക്കരുത്. എൻ്റെ കൂടെ നമ്മുടെ കൂടെ നമ്മൾ ഒരുമിച്ച് ഒരു ലക്ഷ്യത്തിലേക്കുള്ള പോക്കാണ്. നമുക്ക് എന്തായാലും ജനുവരി 1-ാം തീയതി ആകുമ്പോഴേക്കും നല്ലൊരു റിസൾട്ട് വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതാ ഈ ഒരു കഠിന പ്രയത്നങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇതിനെ അവസാനിച്ചിട്ടുണ്ട്. നീനുട്ടി പിന്നെ സമൂസയും പഴംപൊരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതുമ്മൂനെ പൈസ കൊടുത്ത് പറഞ്ഞയച്ചിട്ടുണ്ട്. എന്നിട്ട് ചായയും പിടിച്ചിങ്ങനെ വെയിറ്റിങ്ങിലാട്ടോ. ഇതുമ്മൂനെ കാത്തിരിപ്പാണ്. അപ്പോൾ ബോണ്ട ഉണ്ടായിരുന്നു, പിന്നെ പഴംപൊരി, സമൂസ, അതാണ്ടോ ഈ ആദ്യ ഐറ്റംസുകളൊക്കെയാണ് ഉള്ളത്. ബോണ്ടയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇത് ഏകദേശം കഴിഞ്ഞ ഒരു സംഭവമാണ്. പക്ഷേ നമ്മൾ അതിലൊന്നും വീഴില്ല. ഞാനൊരു കഷ്ണം പോലും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 5 മണിയായപ്പോഴേക്കും നിർത്തിയിട്ടുണ്ട്. ഞാൻ കഴിച്ച ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടല്ലോ. അപ്പം നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ എന്തൊക്കെ കഴിച്ചു എന്നുള്ളതായിട്ട് നാളെ വരാം. അപ്പോൾ ബൈ.